പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മഹത്വത്തിന്റെ രാജാവ് ഇതാ നമ്മുടെ മുമ്പിൽ വിനീതനായി ഒരപ്പത്തിന്റെ രൂപത്തിൽ നമ്മെ ഓരോരുത്തരെയും നോക്കി പുഞ്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരുവോസ്തിനാഥന്റെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ സർവ്വതും നമുക്കുള്ളതും എല്ലാം പ്രത്യേകിച്ച് ഈ നിമിഷം തിരുവോസ്തിനാഥന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും എല്ലാം കർത്താവിൻ്റെ യാൾത്താരയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി വേദനകളും ദുരിതങ്ങളുമായി നാം ഈ ജീവിതം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആശ്വാസത്തിൻ്റെ ഒരു കാറ്റായി, നമ്മുടെ ജീവിതത്തിൽ ഒരു തെളിനീരായി നാം ഈശ്വര സാന്നിധ്യം ആഗ്രഹിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളായ നമുക്ക് ദൈവം തൻ്റെ മകനെ തന്നെ സമാനമായി നൽകിക്കൊണ്ട് നമ്മോടൊത്തായിരിക്കുവാൻ വേണ്ടി അവിടുന്ന് അപ്പത്തിൻ്റെ രൂപത്തിൽ ഇതാ നമ്മോടൊത്ത് ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇമ്മാനുവേൽ എന്ന വാക്കിനർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവം നമ്മോടുകൂടെ. ആ വാക്കിനെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നതാണ് തിരുവോസ്തി അല്ലെങ്കിൽ ദിവ്യകാരുണ്യ ഈശോനാഥൻ. പ്രിയപ്പെട്ടവരെ, നമ്മോട് വസിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. കർത്താവിന്റെ മുമ്പിൽ നമ്മളെ ആശീർവദിക്കാനായി, നമ്മളെ അനുഗ്രഹിക്കാനായി നമ്മോടൊത്തായിരിക്കുന്ന ഈശോയെ സ്നേഹപൂർവ്വം വിശ്വാസപൂർവ്വം നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, തിരുവോസ്തിനാഥന്റെ മുമ്പിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. വീണുപോയ സാഹചര്യങ്ങൾ, വീണുപോയേക്കാവുന്ന സാഹചര്യങ്ങൾ, ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ നാം നേരിട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം നാം ഓരോരുത്തരും ഓടിയിറങ്ങുന്നത് തിരുവോസ്തിനാഥന്റെ മുമ്പിൽ തന്നെയായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒന്നോർത്ത് നോക്കുക. കണ്ണീരോടുകൂടി ഈ ഈശോനാഥന്റെ മുമ്പിൽ നിങ്ങളായിരുന്ന നിമിഷം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ ദൈവം നിങ്ങളെ സന്ദർശിച്ചത്? നിങ്ങൾ കണ്ണീരോടുകൂടി ഈശോനാഥന്റെ മുമ്പിലായിരുന്നപ്പോൾ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സ്പർശിച്ചിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്. ഈശോനാഥന്റെ മുമ്പിലായിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം നാം ചെയ്യേണ്ടത് നമ്മുടെ ഇന്നലകളിലേക്ക് സഞ്ചരിച്ച് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ നൽകിയ കൃപകളെക്കുറിച്ച് ധ്യാനിക്കുന്നതാണ് ഏറ്റവും നന്ന്. ആ കൃപകളെക്കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ നിറയും. കാരണം അത്രമാത്രം ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കാരുണ്യനാഥനായ ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ നമുക്കൊന്ന് കൃതജ്ഞതയുടെ മനസ്സുമായി ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഒന്ന് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് സഞ്ചരിച്ച് എന്തുമാത്രം ദുരിതങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചത്. വീണുപോയേക്കാവുന്ന നിമിഷങ്ങൾ, എന്നിട്ടും നാം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെപ്പോഴൊക്കെയോ ചൊല്ലിയ പ്രാർത്ഥനകൾ, നിങ്ങളുടെ കണ്ണുനീരുകൾ ദൈവം കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. ആ വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ തിരുവോസ്തിനാഥന്റെ മുമ്പിൽ ആയിരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.